2 ദിവസം മുമ്പ് ഖത്തറിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് നിറഞ്ഞ സദസ്സിന് മുമ്പിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആരും കൈയടിച്ചു പോകുന്ന ഒരു പ്രസംഗം. അത് കേൾക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഒരു തീരാ നഷ്ടം തന്നെയാണ്. എന്താണ് ആ പ്രസംഗം എന്ന് കേട്ടു നോക്കാം. നമുക്ക് കാലത്തിന്റെ മുൻപേ നടക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് പുറകിലേക്കുള്ള തിരിഞ്ഞു നടത്തമാണ്. നമുക്ക് പോകേണ്ടത് മുൻപിലേക്കാണ്. ഇനി നമ്മുടെ പൊസിഷൻ, നമ്മൾ കേവലം പ്രതിപക്ഷം മാത്രമല്ല, ഇനി നമ്മൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണി കൂടിയാണ്. നമ്മൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തും, ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും. ഇനി അത് മാത്രം പോരാ. എവിടെയാണ് ഗവൺമെന്റ് ഫെയിൽ ചെയ്തത്, എവിടെയാണ് പരാജയപ്പെട്ടത്, അവിടെ നമുക്ക് ബദലുണ്ടാകണം. നമുക്ക് കൃത്യമായ പരിപാടികൾ ഉണ്ടാകണം. നമ്മൾ പറഞ്ഞു കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക കടക്കണിയിലേക്ക് കേരളം കൂപ്പുകുത്തുകയാണ്. മാർച്ചിൽ ഇവർ അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയുമായിട്ടാണ് ഇവർ അധികാരത്തിൽ ഇറങ്ങുന്നത്. അപ്പൊ നമ്മളോടൊരു ചോദ്യമുണ്ട്. നമ്മൾ വന്നാൽ കേരളത്തെ സാമ്പത്തികമായ ഈ കടക്കണിയിൽ നിന്നും തകർച്ചയിൽ നിന്നും രക്ഷിക്കാൻ കൃത്യമായ പദ്ധതികളും പരിപാടികളും നമുക്കുണ്ട്. നമ്മുടെ നികുതി സമ്പ്രദായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റീസ്ട്രക്ചർ ചെയ്ത് സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിച്ച് കടങ്ങൾ നികത്തി ഖജനാവ് നിറച്ച് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും വികസന പദ്ധതികളും നടപ്പാക്കാനുള്ള ഇതുവരെ കാണാത്ത പദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. ഇതുവരെ കാണാത്ത പദ്ധതികൾ, സ്വപ്ന പദ്ധതികൾ. കേരളം ആഗ്രഹിച്ച, നമ്മൾ എവിടെ എത്തി നിൽക്കേണ്ട ഒരു സംസ്ഥാനമാണ്, അവിടേക്ക് കേരളത്തെ എത്തിക്കാനുള്ള വ്യക്തമായ പദ്ധതികൾ നമുക്കുണ്ടാകും. നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്, പറഞ്ഞില്ലേ? ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെങ്കിൽ ആ വെന്റിലേറ്ററിലുള്ള രോഗിയെ ചികിത്സിച്ച് ഭേദമാക്കി പൂർണ്ണാരോഗ്യവതിയാക്കി നടത്താൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യ രംഗത്തെ പദ്ധതികൾ. നമ്മളൊരു ഹെൽത്ത് കോൺക്ലേവ് നടത്തി, ഹെൽത്ത് കമ്മീഷൻ നിയമിച്ച് 300ഓളം ഡോക്ടർമാർ UDFന്റെ ആരോഗ്യ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അതിന്റെ ഡോക്യുമെന്റ് ആവുക. നമ്മൾ പറഞ്ഞു കേരളത്തിൽ നിന്ന് ബ്രെയിൻ ഡ്രെയിനാണ്, കുട്ടികൾ പോകുന്നു. 5 കൊല്ലത്തിനകം കേരളം വൃദ്ധസദനമായി മാറുമെന്ന് നമ്മൾ ഭയപ്പെടുന്നു. എന്തു ചെയ്യും നമ്മൾ? നമുക്ക് വേണ്ട പദ്ധതികൾ. എന്തുകൊണ്ടാണ് കുട്ടികൾ പഠിക്കാൻ പുറത്തേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് പഴയ കോഴ്സുകളിൽ ആരും വരാത്തത്? എന്തുകൊണ്ടാണ് പഠിക്കാൻ പോകാത്തത് കുട്ടികൾ? ആ കോഴ്സുകൾ പഠിച്ചാൽ അവർക്ക് ജോലിയില്ല എന്നവർ തിരിച്ചറിയുന്നു. നമുക്കൊരു സംവിധാനം ഉണ്ടാകും. ലോകത്ത് തൊഴിൽ രംഗം മാറിക്കൊണ്ടിരിക്കുകയാണ്, തൊഴിലിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആഗോള വ്യാപകമായി തൊഴിലിന്റെ സ്വഭാവം വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. അത് കൃത്യമായി പഠിച്ച് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ സാധ്യതകളുള്ള കോഴ്സുകൾ കേരളത്തിലുണ്ടാവും. അവരെ റീസ്കിൽ ചെയ്ത് ലോകത്തിലെ ഏത് സ്ഥാപനത്തിനും കേരളത്തിൽ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ ഉള്ള സംവിധാനമുള്ള സെന്റേഴ്സ് ഓഫ് എക്സലൻസ് കേരളത്തിലുണ്ടാകും. ആരോഗ്യരംഗത്ത് ഗൾഫ് നാടുകളിൽ നിന്നുൾപ്പെടെ ചികിത്സ നേടി കേരളത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടാകും. ഹോളിസ്റ്റിക് മെഡിസിൻ ഉണ്ടാകും, റീഹാബ് സെന്ററുകൾ ഉണ്ടാകും. ആരോഗ്യത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ഏഷ്യയിലെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി നമുക്ക് ഈ കേരളത്തെ മാറ്റാൻ കഴിയും. മലയോരങ്ങളിൽ ഇന്നും എന്നോട് എന്റെ ഒരു സുഹൃത്ത് പരാതി പറഞ്ഞു, ആന ഇറങ്ങിയാണ്, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. വന്യജീവി ആക്രമണത്തെ തടയാൻ പരമ്പരാഗതമായ മാർഗങ്ങൾ ഉണ്ട്, അത് പോരാ. ആധുനികമായ സങ്കേതങ്ങൾ, ആർട്ടിഫിഷ്യൽ AI ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വന്യജീവികളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ നമുക്കുണ്ട്, കൃത്യമായ പദ്ധതികൾ. തീരപ്രദേശത്ത് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് തകരുന്ന തീരപ്രദേശത്തെ ജനങ്ങളുടെ സങ്കടം മാറ്റാനുള്ള പദ്ധതികൾ നമുക്കുണ്ട്. ഇതുമാത്രം പോരാ, പുതിയ പദ്ധതികൾ വേണം. എന്താ കേരളത്തിന്റെ സവിശേഷതകൾ, കേരളത്തിന്റെ പ്രത്യേകതകൾ? നമുക്ക് 530ഓളം കിലോമീറ്റർ ദൂരത്തിൽ നമുക്ക് തീരപ്രദേശമുണ്ട്, ഇല്ലേ? 2 ഇന്റർനാഷണൽ സീ പോർട്ടുണ്ട് കേരളത്തിൽ, 17 മിനി പോർട്ടുകളുണ്ട് കേരളത്തിൽ. UDF ചർച്ച ചെയ്യുകയാണ്, നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നമ്മൾ കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിക്കുക. ആദ്യം റോഡിലൂടെ പോകുന്ന മെറ്റീരിയൽസ് 50 to 75% കടലിലൂടെ കൊണ്ടുപോകണം. റോഡിൽ കൂടി കൊണ്ടുപോകുന്നതിന്റെ 4/1 ചെലവ്. റോഡ് മുഴുവൻ ഫ്രീ ആക്കണം. എന്റെ മൂന്നാമത്തെ ഘട്ടത്തിൽ നമുക്ക് ക്രൂയിസ് ഷിപ്പിംഗ് തുടങ്ങണം.
തീരപ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ മക്കൾക്ക് അവിടെ ഉണ്ടാകുന്ന ജോലിയുടെ 1/3 കൊടുക്കണം, സംവരണം കൊടുക്കണം. സിംഗപ്പൂരിനെ പോലെ സിയാറ്റിലിനെ പോലെ കേരളത്തിന് ഒരു പോർട്ട് സിറ്റിയായി മാറാനുള്ള സാധ്യതകളുടെ തുടക്കം UDF ഭരണകാലത്തുണ്ടാകും, മാറ്റമുണ്ടാകും. നമുക്ക് 4 ഇന്റർനാഷണൽ എയർപോർട്ടുകളുണ്ട്. അതിൽ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടും പെണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടും. അത് രണ്ടും ഗവൺമെന്റിന്റെ കൺട്രോളുള്ള എയർപോർട്ടുകളാണ്. അതിനെ രണ്ടിനെയും ഇന്റഗ്രേറ്റ് ചെയ്യണം. 9 പദ്ധതികൾ ഏവിയേഷനുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ പറയില്ല, ഫെബ്രുവരിയിൽ നമ്മൾ പ്രഖ്യാപിക്കും. നിരവധിയായ കാര്യങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് ഉള്ള സംസ്ഥാനം കേരളമാണ്, നമ്പർ 1. ഞങ്ങൾ അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തിയിരുന്നു അടുത്ത. അത് മുഴുവനൊന്നും വേണ്ട. ആദ്യ വർഷം അതിന്റെ ഒരു 10% ഉണ്ട്. നിങ്ങളെ പ്രവാസികളെ എല്ലാ ഇത്തരം സംരംഭങ്ങളിലും, പുതിയ സംരംഭങ്ങളിലും നിങ്ങളെ പങ്കാളികളാക്കണം. അതാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ വലിയ തുകയൊന്നുമല്ല പറയുന്നത്, ചെറുത് എന്ന് പറഞ്ഞാൽ വലുത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. ഇന്നലെ KBF ഞാൻ പറഞ്ഞു, വലിയ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് വരുന്നവർ അവരെ എയർപോർട്ടിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രതിനിധി കാത്തു നിൽക്കും. അവര് സ്റ്റേറ്റ് കാറിൽ കൊണ്ടുപോകും. സ്റ്റേറ്റിന്റെ അതിഥിയായിരിക്കും. എന്നുവെച്ചാൽ ചെറിയ ആളുകൾ മോശക്കാരായിട്ടുണ്ടല്ലോ, കൂടുതൽ വരട്ടെ. വലിയ ആളുകൾ, ഇടത്തരം ജോലി ചെയ്യുന്ന സാധാരണക്കാർക്കും പങ്കാളിത്തമുള്ള സംരംഭങ്ങൾ വേണം. സിയാൽ മോഡൽ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് മോഡൽ. ഗവൺമെന്റ് പകുതി നിങ്ങൾ. ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പദ്ധതികൾ, നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് കേരളത്തിന്റെ മറ്റ് വിഷയങ്ങൾ കൂടി പരിഹരിക്കപ്പെടുന്ന പദ്ധതികളാണ്. ലാഭമുണ്ടാക്കുന്നതോടൊപ്പം കേരളം കുറെ നാളായി കാത്തിരിക്കുന്ന, ഞാൻ പറഞ്ഞതുപോലെ ആരോഗ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അടിസ്ഥാന വികസന രംഗത്തെല്ലാം കേരളത്തിന്റെ വിഷയങ്ങൾ അഡ്രസ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ തിരിച്ചു വരുമ്പോ നിങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടും. അതിനു മുമ്പ് കിട്ടില്ലെന്നല്ല, അതിനു മുമ്പും ഷെയർ ഹോൾഡേഴ്സാണ്. സാധാരണ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഒരു വരവുണ്ടാവും. ആ വരവുണ്ടാക്കും. അതിനുള്ള പദ്ധതികളാണ്. 200 പ്രോജക്റ്റാണ് NRIക്കാർക്ക് വേണ്ടി. 200 പ്രോജക്ട്. നമ്മളിത്, ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നത്, ആദ്യമായിട്ട് പറയാണ്, ഇത് പ്രിപ്പയർഡാണ്. ഇപ്പൊ ഉണ്ട് കയ്യിൽ, അധികാരത്തിൽ വന്നിട്ടല്ല, ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട് 200ഓളം പ്രോജക്റ്റുകൾ. നിങ്ങളെ പങ്കാളികളാക്കാൻ സാധിക്കുന്നവർ. ഈ റെമിറ്റൻസിനെ നിങ്ങൾ കഷ്ടപ്പെട്ട് ഈ കൊടും ചൂടിൽ, കൊടും തണുപ്പിൽ നിങ്ങൾ അധ്വാനിച്ചയക്കുന്ന പണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നമ്മുടെ കേരളത്തിനും പ്രയോജനകരമായി മാറാൻ കഴിയുന്ന, കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുന്ന 200ഓളം പദ്ധതികൾ. അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള വിശാലമായ പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത്. ഇനി നമുക്ക് കേരളം ഇങ്ങനെ പോയാൽ പോരാ. ഞാൻ പറഞ്ഞു, 5 കൊല്ലം നമ്മൾ പ്രതിപക്ഷത്തിരുന്ന് പൂർത്തിയാക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്താണ് എന്നോടൊരു ഇന്റർവ്യൂവിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൽ ഈ 5 കൊല്ലക്കാലം പ്രതിപക്ഷത്തിരുന്ന് ഒരു ഹർത്താൽ പോലും നടത്തിയില്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ സന്തോഷം. ഇനി കേരളത്തിന്റെ പുറത്തേക്ക് കേരളത്തിനെ കുറിച്ചൊരു മോശമായിട്ട് ഒരു മെസ്സേജ് പോകാൻ പാടില്ല. ഞാൻ ട്രേഡ് യൂണിയൻ രംഗത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് യൂണിയനുകൾ ഉള്ള ഒരാളാണ്. ഞാൻ കഴിഞ്ഞ 15-20 വർഷമായി ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാൻ ട്രേഡ് യൂണിയൻ ലീഡർഷിപ്പിലിരുന്ന ഒരു സ്ഥലത്തും ഒരു സമരം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തൊഴിലാളികളോട് പറയുന്നത്, യു വർക്ക് ഹാർഡ്, മേക്ക് ദ കമ്പനി പ്രോഫിറ്റബിൾ, പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ബാർഗെയിൻ ചെയ്യും. കമ്പനി ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് തൊഴിലാളിക്ക് മേടിച്ചു കൊടുക്കും, ടേബിളിൽ ഇരുന്ന്. അതാണ് സിസ്റ്റം. തൊഴിലാളികൾ അധ്വാനിച്ച് കമ്പനിയെ ലാഭത്തിലാക്കിയാൽ ലാഭത്തിന്റെ വിഹിതം ഈ അധ്വാനിക്കുന്ന തൊഴിലാളികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന സിസ്റ്റം. ട്രേഡ് യൂണിയൻ മിലിറ്റൻസി ഇല്ല, അത് പാടില്ല. അത് നമ്മുടെ നാടിനെ കുറിച്ചുള്ള മോശമായ സന്ദേശം പുറത്തേക്ക് പോകും. ഏറ്റവും നല്ല രീതിയിൽ കേരളത്തിൽ ആവശ്യമായ തലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം നമുക്കുണ്ടാക്കണം. പിന്നെ വേറൊരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? നിങ്ങളെല്ലാം സ്വകാര്യ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാണ് കൂടുതൽ. ഇവിടുത്തെ ഗവൺമെന്റ് സെക്ടറിലുണ്ട്. നിങ്ങളോട് പറയാണ്, 3 മാസം കൊണ്ട് ഈ പ്രോജക്ട് പൂർത്തിയാക്കണം. നിങ്ങളുടെ MD, മാനേജിംഗ് ഡയറക്ടർ, നിങ്ങളുടെ CEO നിങ്ങളോട് പറയാം, നിങ്ങൾ 3 മാസം ലീവ് എടുത്ത് നാട്ടിലേക്ക് പോവാണ്. അത് ചെയ്യാതെ തിരിച്ചു വരുമ്പോഴാ പണിയുണ്ടാവില്ല.
നമ്മുടെ നാട്ടിൽ വേറൊരു ഗുണമുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരോട് 3 മാസം കൊണ്ട് ഒരു കെട്ടിടം പണിയാൻ 2 ഏക്കർ സ്ഥലം എടുത്തു എന്നൊരു തഹസിൽദാരോട് പറഞ്ഞാൽ 3 മാസം കൊണ്ട് എടുത്തു തരണം എന്ന് പറഞ്ഞാൽ 6 കൊല്ലം കഴിഞ്ഞാൽ എടുത്തു തരില്ല. ഒരു കുഴപ്പമില്ല. 50 കോടി രൂപയുടെ പദ്ധതി 2 കൊല്ലം കൊണ്ട് തീർക്കേണ്ട പദ്ധതി 10 കൊല്ലമായാലും തീരില്ല. 10 കൊല്ലം കഴിയുമ്പോൾ അത് 50 കോടി രൂപയുടെ പദ്ധതി 500 കോടിയാകും. എക്സ്ചക്കറിൽ നിന്ന് ലീക്കേജാണ്. നമ്മുടെ പണം, ഞാനും നിങ്ങൾ നികുതി കൊടുക്കുന്ന പണം സ്വകാര്യ സ്ഥാപനങ്ങളിൽ നന്നായി അത് നടക്കാമെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെന്റിൽ നടക്കില്ല? ഇവിടെ നടക്കുമല്ലോ, ഇല്ലേ? ഇവിടുത്തെ ഗവൺമെന്റിൽ നടക്കുമല്ലോ, ചെയ്യുമല്ലോ ജോലി. നിങ്ങൾ പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി ഇല്ല. നമ്മൾ UDF അധികാരത്തിൽ വന്നാൽ എല്ലാവർക്കും അക്കൗണ്ടബിലിറ്റി ലീഗലൈസ് ചെയ്യാൻ പോവുകയാണ്. 6 മാസം കൊണ്ടൊരു പണി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞാൽ 181ാമത്തെ ദിവസം അയാളത് പൂർത്തിയാക്കിയില്ലെങ്കിൽ അയാൾ അക്കൗണ്ടബിൾ ആവും, ഉത്തരം പറയേണ്ടി വരും. അപ്പോ ഞാൻ കരുതുന്നത് മലയാളി ആയതുകൊണ്ട്, മിടുമിടുക്കന്മാരും മിടുമിടിക്കലും ആയതുകൊണ്ട് 6 മാസം കൊണ്ട് തീർക്കേണ്ട പദ്ധതി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ 3 മാസം കൊണ്ട് പൂർത്തിയാക്കും. നിങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങളെ പോലെ ഞെട്ടിക്കുന്ന മലയാളികളാണ് കേരളത്തിലുള്ളത്. അവർ ചെയ്യും. ഒരു സംവിധാനം ഇല്ലാഞ്ഞിട്ടാണ്. സംവിധാനങ്ങൾ ഉണ്ടാകണം, സിസ്റ്റമൈസ് ചെയ്യണം. നമുക്ക് സിസ്റ്റം ഉണ്ടാകണം, അത് ലീഗലൈസ് ചെയ്യണം. ഞാൻ കരുതുന്നത് അങ്ങനെ ഒരു നിയമം വന്നാൽ ആദ്യത്തെ 2 കൊല്ലത്തിൽ കട്ടിയായിട്ട് പിടിക്കേണ്ടി വരും. 2 കൊല്ലം കഴിഞ്ഞാൽ ഒരാൾക്കെതിരെ നടപടിയെടുക്കേണ്ടി വരില്ല. കാരണം അതൊരു കൾച്ചറായി മാറും. മാറ്റം വേണ്ടേ? എല്ലാ കാലത്തും ഇങ്ങനെ പോയാൽ മതിയോ നമ്മുടെ കേരളം? പോരാ, നമുക്ക് മാറ്റമുണ്ടാകണം. ഇതിന്റെ മുഴുവൻ ബെനിഫിഷ്യറീസ് ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ വരാനിരിക്കുന്ന തലമുറയായിരിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കും. അവർക്ക് അഭിമാനത്തോടു കൂടി ലോകത്തിലെ ഏത് രാജ്യത്തും പോയി ഞങ്ങൾ കേരളത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കണം. നമുക്കതിന് കഴിയും. ഞാൻ ഇത്തരം വിഷയങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ഞാൻ എവിടെ നിന്നാണ് എനിക്കിതെല്ലാം കിട്ടിയത്? എനിക്കിത്രയൊന്നും അറിവെന്നുള്ള ആളല്ല. മലയാളികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആ മലയാളികളാണ്, അവരുടെ വൈദഗ്ധ്യമാണ്. ഞങ്ങൾ ഹെൽത്ത് കോൺക്ലേവ് നടത്തിയപ്പോൾ ലോകത്ത് ഉള്ള പ്രശസ്തരായ ഡോക്ടർമാർ വന്നാണ് അതിൽ പങ്കെടുത്തത്. ഞങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തിയപ്പോൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അവർ വന്നത്. ഞാൻ കോസ്റ്റൽ ഷിപ്പിങ്ങിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ 4 മലയാളികളായ മാരിടൈം എക്സ്പേർട്സ് ആണ് എന്നെ സഹായിക്കാൻ വന്നത്. ഏവിയേഷൻ എക്സ്പേർട്സ് കേരളത്തിൽ, ലോകത്ത് പല സ്ഥലങ്ങളിലും പോയി അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ വ്യക്തികൾ, ലോകത്തെല്ലായിടത്തും പോയി ലോകത്തിലെ പല രാജ്യങ്ങളുടെയും മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന വലിയൊരു സമ്പത്ത്, അല്ലെ, ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി നമുക്കുണ്ട്. നമ്മളതിനെ പ്രയോജനപ്പെടുത്തണം. അവരെല്ലാവരെയും പ്രയോജനപ്പെടുത്തണം. നമുക്ക് വേണ്ടത് നിശ്ചയദാർഢ്യമാണ്, വിൽ പവറാണ്. അതിനൊരുപാട് ചീത്തപ്പേര് കേൾക്കുന്ന ഒരാളാണ് ഞാൻ. കാർക്കശ്യക്കാരനാണ്, ബലംപിടുത്തം കൂടുതലാണ് എന്ന്. ഞാനൊരു ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ 2 പേരെ ഒരേ ചുമതല ഏൽപ്പിക്കുക. ഒരേ ചുമതല 2 പേരോട് 2 സ്ഥലത്ത് പോയി ചെയ്യാൻ. ഒരാളത് ചെയ്തിട്ട് വരും, നമ്മൾ എന്ത് ചെയ്യണം? അയാളെ ചേർത്ത് പിടിക്കണം. മറ്റേ ആൾ ഫാമിലിയായിട്ട് മലേഷ്യയിലേക്ക് ടൂറിന് പോയി, അയാൾ തിരിച്ചു വരുവാണ്, വിളിച്ചോണ്ട് വരുള്ളൂ. ചെയ്യാതെ വരുന്നവരെല്ലാം വിളിച്ചോണ്ട് വരുള്ളൂ. അപ്പൊ എന്ത് പറയണം? നിങ്ങൾ പറ. അതേ ഞാൻ പറയാറുള്ളത്. നിങ്ങളുടെ ഉള്ളിൽ തോന്നിയ കാര്യമുണ്ടല്ലോ ഇപ്പൊ, അത് ഞാൻ പുറത്തു പറയും. നേരിട്ട് ഇപ്പൊ പറയാറില്ല, ഇപ്പൊ പറയേണ്ടി വരാറില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ആളുകൾ കൃത്യമായി ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത്. അതുകൊണ്ടാണ് എത്ര പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ലീഡർഷിപ്പ് ഉള്ള പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ്. ഞാൻ തന്നെ വിസ്മയിക്കുന്ന ഗാലക്സി ഓഫ് ലീഡർഷിപ്പാണ് നമുക്കുള്ളത്. അതിന്റെ സെക്കൻഡ് റോയോ മിടുമിടുക്കന്മാരും മിടുമിടിക്കലും. അതിന്റെ തേർഡ് റോയോ എനിക്ക് കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച് ഒരു പേടിയില്ല, ഒരു ടെൻഷനും ഇല്ല. ഞാൻ പറഞ്ഞു, ആ 2ാം നിരയും 3ാം നിരയും ഞങ്ങളൊക്കെ ലീഡർഷിപ്പിലുള്ളപ്പോ തന്നെ അവർ ഞങ്ങളെ ബൈപ്പാസ് ചെയ്ത് പോകും, നമ്മളെ മറികടന്നു പോകും. ഞാൻ ആഗ്രഹിക്കുന്നതാണ് അത് കണ്ണ് നിറഞ്ഞ് ആ കാഴ്ച കാണാൻ. കണ്ണ് നിറഞ്ഞ് നമ്മുടെ മിടുമിടുക്കന്മാരും മിടുമിടിക്കലുമായിരുന്നു നമ്മുടെ അടുത്ത ടീം ഞങ്ങളെ ബൈപ്പാസ് ചെയ്ത് അവർ പോകും. അവരത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആളുകളാണ്. അവരുടെ വഴിയിലെ യാത്ര തടയില്ല. അവർ പോകുന്നത് കണ്ണ് നിറച്ച് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്ന മനസ്സൊരുക്കം നടത്തിയവരാണ് നമ്മളെല്ലാം. നമ്മൾ കഠിനാധ്വാനം ചെയ്താൽ ഇനിയും ചെയ്യണം. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ജയിച്ചൊന്നും കാര്യമില്ല, സന്തോഷം. അത് നമുക്ക് മഹായുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പോരാട്ടത്തിൽ നമ്മുടെ ഇന്ധനമാണ്, നമ്മുടെ ഊർജമാണ്, ഒരു സംശയമില്ല. അത്രയും വലിയ വിജയമാണ്. കഴിഞ്ഞ 30 വർഷക്കാലത്തെ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം നമ്മുടെ കേരളത്തിൽ നടപ്പാക്കിയ 1995 മുതൽ 2025 വരെയുള്ള 30 വർഷക്കാലത്തിനിടെ
ലോക്കൽ ബോഡി ഇലക്ഷനിൽ UDF-നുണ്ടായ ഏറ്റവും തിളക്കമാർന്ന വിജയമാണ് നമുക്ക് ഈ വർഷം ഉണ്ടായത്. വിജയത്തെ ആരും നിസ്സാരമായി കാണണ്ട. വിജയത്തെ അത് സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ചാണ്, ആധികാരികമായ ചേഞ്ചാണ്. പക്ഷെ ചിലർക്ക് ഇപ്പോഴും മനസ്സിലാവില്ല അവർ തോറ്റെന്ന്. ഞാൻ പറഞ്ഞ അവരെ തോപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ തോറ്റെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഭയങ്കര പാടാ. പഠിക്കില്ല. ഓരോ ചോദ്യങ്ങളുമായിട്ട് വരുവരും, ഓരോ ചോദ്യങ്ങൾ. കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, ഒരു AKG സെന്ററിൽ നിന്ന് ഇറക്കുന്ന പോലെ സാധനങ്ങളാണ് മറ്റേ ക്യാപ്സ്യൂൾ. അപ്പൊ എന്താണ്, KPCC ഒരു 137 ചലഞ്ച് ഉണ്ടായിരുന്നു. സംഘടനാപരമായ കാര്യങ്ങൾ നടത്താൻ പാർട്ടി പ്രവർത്തകർ പൈസ കൊടുക്കുന്ന ഒരു ഫണ്ട് വരും. K. സുധാകരൻ പ്രസിഡന്റ് ആയിരുന്നു. 137, 138 ഉണ്ടായിരുന്നു. ചൂരൽമലയിലെ ഫണ്ട് പിരിവുണ്ടായിരുന്നു. ഒരു കഥയാണ് നടന്നു. എന്താണ്, അത് മുഴുവൻ VD സതീശൻ അടിച്ചുകൊണ്ട് പോയി. 100 കോടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തത്? ഒരു പഞ്ചായത്ത് പോലും അവർക്ക് കിട്ടൂലല്ലോ. ശരിയായി കൊടുത്തേ 100 കോടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. 16 കൊല്ലം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നാണ്. അപ്പൊ പാർട്ടി ഫണ്ട് പിരിച്ചൊക്കെ പുള്ളി വീട്ടിൽ കൊണ്ടുവരുന്നു. മിണ്ടിയില്ല, പിന്നെ തീർന്നു. ആ കഥ കഴിഞ്ഞു. ആ കഥ അപ്പൊ തീർന്നു. അതിനൊക്കെ അപ്പൊ തന്നെ കൊടുത്താൽ മതി, ഓരോന്ന് കൊടുത്താൽ മതി. പിന്നെ പറയാം, UDF വന്നാൽ ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കും. അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. 42 കൊല്ലക്കാലം ജമാഅത്ത് ഇസ്ലാമി CPM-ന്റെ കൂടെയായിരുന്നു. അന്ന് CPM അധികാരത്തിൽ വന്നപ്പോൾ ആഭ്യന്തര വകുപ്പ് ഭരിച്ചത് ജമാഅത്ത് ഇസ്ലാമിയായിരുന്നു. ആയിരുന്നോ? തീർന്നു. അത്രയുള്ളൂ. ഇതുപോലത്തെ ഒന്നുമില്ല പറയാൻ. ഇന്ന് ഞാൻ നല്ലൊരു ട്രോള് കണ്ടു, മനോഹരമായപ്പോ ചിലർ മിടുക്കന്മാരാ, ഇവിടെ നിന്നാണ് കൂടുതൽ വന്നത്. ഇന്നത്തെ ട്രോൾ എന്താ അറിയാം, നമ്മൾ 100 സീറ്റോടുകൂടി അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോ ഞങ്ങൾക്ക് 90 സീറ്റേ കിട്ടുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ പറയാം ഞങ്ങൾക്ക് 110 കിട്ടുമെന്ന് പറയും. അപ്പൊ ഒരാൾ എഴുതിയേക്കാണ് 100 സീറ്റിലധികം നേടി UDF അധികാരത്തിൽ വരുമ്പോൾ ഇവരെ തിരിച്ച് ഓടിപ്പോകുന്നതിന്റെ സ്പീഡാണ് 110 കിലോമീറ്റർ. അങ്ങനെ പറയണം. മറുപടി ചുട്ട മറുപടി കൊടുക്കണം. അവര് കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി. പ്രതിരോധിക്കാൻ വാക്കുകളില്ല. ഇപ്പൊ ചെയ്യുന്നെന്താ, ഇപ്പൊ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കാൻ. ആരുടെ പണിയാണ് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കല്? ചേട്ടൻ ബാവയുടെ പരിപാടി. അനിയൻ ബാവ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ ബാവയും അനിയൻ ബാവയും ഒരേ വഴിയിലൂടെ യാത്ര ചെയ്യുകയാണ്. ചേട്ടൻ ബാവ പണ്ട് ഗുജറാത്തിൽ പറഞ്ഞു, കോൺഗ്രസ് ജയിക്കുക എന്നുള്ള ഘട്ടം വന്നപ്പോൾ പറഞ്ഞു, കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേൽ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാവുന്നു. സാധനം മനസ്സിലായില്ല? അത് തന്നെ ഇപ്പൊ അനിയൻ ബാവ ഇവിടെ പറയിപ്പിക്കുകയാണ്. ചില ആളുകളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. എന്നിട്ട് അവർക്ക് കൊണ്ടുപോയി പൊന്നാടി ഇരിക്കുകയാണ് പിറ്റേ ആഴ്ച. ഈ വൃത്തിയോട് പറയിപ്പിച്ച ആൾക്ക് പിറ്റേ ആഴ്ച കൊണ്ട് പൊന്നാടി ഇരിക്കുകയാണ്. അതാണ് അവർ പറയുന്നത്. അതിനാണ് മതേതര കേരളം ഒരു തിരിച്ചടി കൊടുക്കാൻ പോകുന്നത്. ഈ വിദ്വേഷ പ്രചരണത്തിനെതിരായി, ഈ ഭിന്നിപ്പിക്കൽ ക്യാമ്പയിനെതിരായി, ഈ പാരസ്പര്യത്തിനും സാഹോദര്യത്തിനുമെതിരായി ശബ്ദമുയർത്തിയാൽ മതേതര കേരളം അവരെ അറബിക്കടലിലേക്ക് വലിച്ചെറിയുമെന്നുള്ള പ്രഖ്യാപനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. നമ്മളെല്ലാം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട്, എല്ലാ വിഭാഗം ജനങ്ങളും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട്, ഒരാൾക്കും ഇൻസെക്യൂരിറ്റി ഉണ്ടാവില്ല കേരളത്തിൽ. ഒരു ഇൻസെക്യൂരിറ്റിയും വേണ്ട. എല്ലാവരെയും നമ്മൾ ചോർത്ത് പിടിക്കും. ഞാൻ പറഞ്ഞല്ലോ, ടീം UDF ഒരുമിച്ച് ചേർത്ത് പിടിക്കും എല്ലാ വിഭാഗം ജനങ്ങളെ. പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെയാണ് നമ്മളത് ചെയ്യുന്നത്. ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളാണ് അതിന് പിന്തുണ തരേണ്ടത്. അവിടെ വന്നും ഇവിടെ നിന്നും പ്രവർത്തിച്ചു. ഇനി മുതൽ ഒറ്റയാൾക്ക് വിശ്രമമില്ല. ഇന്ന് മുതൽ നിങ്ങളെ ഒരു ജോലി ഏൽപ്പിക്കുക. പരിചയമുള്ള മുഴുവൻ ആളെയും വിളിക്കുക. കുടുംബാംഗങ്ങളെ മുഴുവൻ ബന്ധപ്പെടുക. നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുന്നവരാകില്ല. കുറെ പേര് അപ്പുറത്ത് നിൽക്കുന്നവരായിരിക്കും. ഇലക്ഷൻ ആകുമ്പോഴേക്കും അവരെ കൂടി നമ്മുടെ കൂടെ കൊണ്ടുവരിക. എത്ര പേരെ നിങ്ങൾക്ക് നമ്മുടെ ക്യാമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് ഇന്ന് കുടുംബമായിട്ടിരുന്ന് ആലോചിക്കുക. ഫോൺ വിളിച്ചും നാട്ടിൽ പോകുമ്പോൾ കണ്ട് സംസാരിച്ചും ഒക്കെ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. UDF-ന്റെ ഐതിഹാസികമായ തിരിച്ചുവരവിന് വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. പല സ്ഥലങ്ങളിൽ നിങ്ങളുടെ കൂട്ടുകാരെ, കുടുംബാംഗങ്ങളെ, സഹപ്രവർത്തകരെ, അയൽക്കാരെ, പരിചയക്കാരെ എല്ലാവരിലും സ്വാധീനം ചെലുത്താൻ കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടിയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. എല്ലാവരും എത്തുക. SIR-ൽ അടിച്ചു പോയിട്ടുണ്ടെന്ന് നോക്കുക. പേര് നോക്കണ്ട മിണ്ടല്ല, നോക്കണം. അവിടുത്തെ BLA-യോടും ബൂത്ത് പ്രസിഡന്റിനോടും നമ്മുടെ ആളുകളോടും പറയണം, എന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കണം.
വേണ്ടേ? ഇവിടെ നിന്ന് ഉറപ്പുവരുത്തണം. പരിചയക്കാരോട് മുഴുവൻ പറയണം, എല്ലാവരുടെയും പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടാകണമെന്ന്. ഈ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വലമായ വിജയത്തിന്റെ ഒരു കാര്യം വോട്ടർ പട്ടികയിൽ ഏറ്റവും മനോഹരമായി പേര് ചേർത്തതാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, CPM-ന്റെ BJP-യുടെ കേഡർ സ്വഭാവത്തെ മറികടക്കാൻ കഴിയുന്ന കേഡർ സ്വഭാവമുള്ള നല്ല പ്രവർത്തകർ നമുക്കുണ്ട് എന്നാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചത്.